വെറൈറ്റി വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സാറ്റൊക്കെ കളിക്കില്ലേ. അപ്പോൾ സാറ്റൊക്കെ കളിക്കുമ്പോൾ ഒളിച്ചിരിക്കാൻ പറ്റിയ കുറച്ച് സീക്രട്ട് സ്ഥലങ്ങളാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ സീക്രട്ട് സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞതേ പുറത്ത് സ്ഥലങ്ങൾ കണ്ട ഈ പുറത്ത് ഇത്ര സ്ഥലമുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ അധികം ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് ആ സീക്രട്ട് സ്ഥലം കാണാൻ വേണ്ടി പോവാം. ആദ്യത്തിൻ്റെ സീക്രട്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അതേ വാതിൽ അവിടെയാണ്. അവിടുന്ന് ഒരാൾ സാറ്റ് കളിക്കാൻ വേണ്ടി എണ്ണി ഇവിടെ വരുമ്പോഴേക്കും ഇതുവഴി ഇങ്ങനെ വരുമ്പോഴേക്കും കണ്ട അവിടെ നിന്ന് എണ്ണി വരുമ്പോഴേക്കും ഇവിടെ ആയിട്ടായിട്ട് ഈ ഒരു ചെടി കണ്ട ഇതിൻ്റെ പുറകിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ വാതിലിൻ്റെ ആ ഡോറിൽ നിന്ന് വന്ന ആൾക്ക് അവിടെ നിന്ന് വന്ന ആൾക്ക് നമ്മളെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കും. പെട്ടെന്ന് ഇറങ്ങി വന്നാൽ കാണില്ല. അവർ അതുവഴി ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കണ്ടെന്ന് വയ്ക്കും. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു സീക്രട്ട് സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വരുമ്പോൾ കാണില്ല. അപ്പോൾ ഇതൊരു സ്ഥലം. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അടുത്ത സ്ഥലം ഞാൻ പറഞ്ഞ സ്ഥലം അവിടെയാണ്. അടുത്ത സ്ഥലം ഇവിടെ ആയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് ആരും അറിയില്ല. ഇത് കണ്ടോ അതിൻ്റെ അവിടെ ആയിട്ടാണ്, അവിടെ നിന്നാണ് ആൾ വന്നത്. അപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും അറിയില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും അറിയില്ല. ഇത് കണ്ട പെട്ടെന്ന് തിങ്ങാൻ വരുമ്പോൾ നമുക്കിത് ഇങ്ങോട്ട് കുറച്ചുകൂടെ കയറി ഇരുന്ന് ഒട്ടും കാണാൻ പറ്റില്ല. ഇത് കണ്ട അവിടെ നിന്നാട്ടോ വന്നേ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണില്ല. പിന്നെ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കാണും, അല്ലാതെ ഇങ്ങനെ ഇരുന്നാൽ കാണില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സീക്രട്ട് സ്ഥലം. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നമ്മൾ അവിടെ എന്നാണ്ട് വരുന്നത്. അടുത്ത സ്ഥലം എന്ന് പറയാൻ കാണിച്ചു തരുന്നത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒളിച്ചു വെക്കാം. അവർ വന്നത് അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒളിച്ചു വെക്കാം. കണ്ട സ്ഥലം കണ്ട ഇവിടെ അവിടെ നിന്ന് അവർ വരും. അപ്പോൾ നമുക്കിത് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒളിച്ചു വെക്കാം. ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ പതുങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റില്ല. പെട്ടെന്ന് വന്നാലും പതുക്കെ വന്നാലും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു സ്ഥലമാണ്. ഇത് മൂന്നാമത്തെ. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇത് മൂന്നാമത്തെ സ്ഥലം. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരും സ്കിപ്പ് അടിച്ച് പോലെ ലാസ്റ്റ് വേറൊരു ആർക്കും തന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു സീക്രട്ട് ബേസ് ഉണ്ടാവും. അത് നിങ്ങൾ ഇതുവരെ കാണാത്തതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് വരെ കാണുക. സ്ഥലം നമ്മൾ കണ്ട അവിടെ അല്ലായിരുന്നോ നമ്മൾ ഇരുന്നത്. അത് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്. ഇന്നോട്ടേക്ക് എന്തായാലും അവർ വരില്ല. കണ്ട ഇവിടെ പക്ഷേ കാടാണ്. ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ കാട്ടിൽ കയറി വരാൻ പേടിയില്ലാത്തവർക്ക് ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കാം. എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കയറിയിരുന്നേ. അവിടെ നിന്ന് വരുമ്പോൾ കാണില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. കണ്ട അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ വാട്ടറിൻ്റെ സ്ഥലം. ഇപ്പോൾ ഇത് കണ്ട വെള്ളം വരുമോ? വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ പൈപ്പുണ്ട്. എൻ്റെ ഇവിടെ മറ്റേ അത് പിന്നെ ഇതുവഴി ഇങ്ങനെ പോകുന്ന സ്ഥലം. ഇത് മതിലാട്ടോ. ഇത് മതിലിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മളിരിക്കണേ. ഇടിയുടെ പുറയിലായിട്ട് ഇരിക്കണേ. അവരെന്താ കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ ഇത് നാലാമത്തെ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബേസാക്കി കൂട്ടാം. അപ്പോൾ നമുക്ക് അടുത്ത ബേസിലേക്ക് പോവാം. സ്ഥലം ഇവിടെ ആയിട്ടാ കാണിക്കാം. ഇത് കണ്ട ഇതിൻ്റെ ഇടയിൽ കൂടെ പോവാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. ഇത് കണ്ട ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാം. ഇതിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞ് ഇവിടെ നിന്ന് വന്നവർക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കുറച്ചും കൂടെ നീങ്ങി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. നീങ്ങി വന്നാൽ ചിലപ്പോൾ അവർക്ക് കൃത്യം അവർ ചിലപ്പം ഇങ്ങോട്ട് തന്നെയാണ് നോക്കണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. കണ്ടോ ഇതിൻ്റെ അവിടെ. പിന്നെ അവർ അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നേരെ സൂക്ഷിച്ച് നോക്കി അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ സീക്രട്ട് ബേസ് അല്ല സീക്രട്ട് സ്ഥലം. ഇതാണ് സ്ഥലം. ഇത് നമ്മൾ മറ്റേ സ്ഥലത്ത് കണ്ട മറ്റേ മതിൽ. നല്ല വില ഉണ്ടട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഈ ചെടിയുടെ ഈ പുറയിലായിട്ടാണ് ചെടിയുടെ പുറകിലായിട്ട് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സാറ്റ് കളിക്കുമ്പോൾ പെട്ടെന്ന് ഇവർ വന്നു കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം.
അടുത്തത് ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം സീക്രട്ട് ബേസ് എന്നൊന്നും പറയാം, സീക്രട്ട് സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെന്നെ കാറിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നമ്മൾ ഇരിക്കണത്. കണ്ട കാറ് ദേ അവരിതിപ്പോൾ ഒളിക്കാൻ വന്നാണത് അവിടെ നിന്ന് വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നേരെ ചിലപ്പോൾ അങ്ങോട്ട് പോകും, ഒന്നല്ലെങ്കിൽ നേരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെടും. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഈ അടുത്ത സ്ഥലം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവുന്നതായിരിക്കും. അധികം ലോങ് ആക്കി ഞാൻ കൊണ്ടുപോകണില്ല. ലോങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ഭാഗം പുറത്തുള്ള ഭാഗം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും തീർച്ചയായും ഇടുന്നതായിരിക്കും സമയം കിട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഏറ്റവും പാടായിട്ടുള്ള സീക്രട്ട് ബേസിലേക്ക് പോവാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ഓടിച്ച് വിടരുത്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ പറയും ലാസ്റ്റത്തെ ഇത്. എന്താ വെച്ചാൽ എന്താണ് മഴയൊക്കെ വന്നപ്പോൾ ഈ കൊമ്പ് ഒരു ലൈൻ കമ്പിയിലായിരുന്നു ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് താഴ്ത്തി വീഴാതെ കിടന്നു. ആ ലൈൻ കമ്പി പൊട്ടിപ്പോയി. അതുകൊണ്ട് അതിന് വേണ്ടി ഇതിനൊന്ന് ഏണി ഇവിടെ വെച്ച് കെട്ടിക്കൊടുത്തേക്കും. ഏണി മാറ്റിക്കഴിഞ്ഞാൽ അത് താഴത്തേക്ക് തിരി പോകും. പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ തൂങ്ങാൻ എത്താണ് സാധനം. ഉയ്യോ ഇതുപോലെ ഇങ്ങനെ പുള്ളപ്പ് എടുക്കില്ലേ, പുള്ളപ്പിന് വേണ്ടിയുള്ള സാധനം ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതുവഴി നമ്മളേക്ക് കയറും. പിന്നെ അതിൻ്റെ മേളിൽ കൂടെ കയറിയത് അത് കണ്ട, ആ മേളിൽ കണ്ട അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ബേസ്. അത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്ന ആൾക്ക് നേരെ മേളിലേക്കൊന്നുമില്ല നോക്കണം. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലമായിരിക്കും അത്. അതുകൊണ്ട് ഞാൻ അന്നോട്ടേക്ക് കയറിയിട്ട് നിങ്ങളെ കാണിക്കാം. കയറാൻ പാടാട്ടോ, അവിടെ ചെടികളും ഒക്കെ ഉണ്ട്. ഡെക്കറേഷന് വേണ്ടി ഞാൻ അരയണത്തിന് ഈ ബുദ്ധനാ മുട്ടത്തലേനെ വച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കാല് ചവിട്ടി ഇങ്ങനെ കയറാം. എന്നാലും ഇതിൽ കയറി ചവിട്ടി ഇങ്ങോട്ട് കാല് വെച്ച് ഇങ്ങനെ കയറണം. ഇപ്പോൾ ഒറ്റക്കാലിൽ വീടെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കയറി കഴിഞ്ഞിട്ട് വീടെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിൽ കയറിയേക്കാണ്. കണ്ട അത് കണ്ട അവിടെ ഏണി നമ്മൾ ഇതിൻ്റെ മേളിലാണ്. ഞാൻ താഴത്തേക്ക് ഇത് കണ്ട നമ്മൾ ഇതിൻ്റെ മേളിലാണ് ഇപ്പോൾ കയറി നിൽക്കണം. കണ്ട ഇതിൻ്റെ മേളിൽ ഞാൻ പറഞ്ഞ സീക്രട്ട് സ്ഥലം ഇതിൻ്റെ മേളിലാണ്. നിങ്ങൾക്ക് കാണണ പോലെയല്ല. ഇത് കണ്ട മേളിൽ നിന്ന് ഇങ്ങനെ കയറി ഇവിടം വരെ എത്തണം. ഇവിടെ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് കണ്ടോ ഇവിടെ നിൽക്കുന്ന ആൾക്ക് അവിടെ നോക്കുന്ന ആളെ കാണാൻ പറ്റില്ല. അല്ല അവിടെ നിൽക്കുന്ന ആൾക്ക് ഇവിടെ നിൽക്കുന്ന ആളെ കാണാൻ പറ്റില്ല. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയതിന് ശേഷം ഞാൻ കാണിക്കാം. വളരെ റിസ്ക്കാണ്. ഞാൻ രണ്ട് കാലിൽ ബാലൻസ് ചെയ്ത് മറ്റേ കൈ ഇട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് കാണിക്കാം. അങ്ങനെ ഒടുവിൽ നമ്മൾ ഇതിൻ്റെ മേളിൽ കയറിയേക്കാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ അത്ര റിസ്ക് ഒന്നും തോന്നില്ലായിരിക്കും, പക്ഷേ ആ കയറണ ആൾക്കായിരിക്കും റിസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മൊബൈൽ ഒറ്റ കൈ പിടിച്ചുകൊണ്ടാണ് കയറിയത്. ഇതിൻ്റെ മേളിൽ ഇതുണ്ടോ നമ്മളിത് ഇതിൻ്റെ മേളിൽ ഇരിക്കണേ. കണ്ട ഇവിടെയാണ് നമ്മൾ ഇരിക്കണത്. ഇതൊരു കൊമ്പ്, ഇതിൻ്റെ ഇപ്പുറത്തും കൊമ്പ് കണ്ട. നമ്മൾ ഈ കൊമ്പിൻ്റെ നടുക്ക് ഇരിക്കുന്നത് നമ്മൾ ആ താഴത്തുനിന്ന് കയറി ഇവിടം വരെ വന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ അധികം ലോങ് ആക്കുന്നൊന്നുമില്ല. അപ്പോൾ വീട് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ മേളിലിരിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ, കുറച്ച് റിസ്ക്കാണ്, കാലൊക്കെ വേദനെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂടാതെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ. ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാനാണ് മല്ലിപ്പോൾ എങ്ങനെ ഇറക്കും.